അവകാശി ടോക്കീസിൻ്റെ മൂന്നാമത് എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതുപോലെ തന്നെ നഗരസഭ, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിവിധ മുന്നണികളുടെയും അതുപോലെ തന്നെ നഗരസഭകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മയും അതിനോടനുബന്ധിച്ച് തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരണവുമാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്നത്. അതിനായി ഇവിടെ എത്തിയിട്ടുള്ളത് കളമശ്ശേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു മനോഹരൻ, അതോടൊപ്പം BJP കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി പ്രമോദ് തൃക്ക, KDF കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പുതിയ സംഘടനയുടെ സംസ്ഥാന കോർഡിനേറ്റർ ഷാനവാസ് ആലുവ എന്നിവരാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യമായി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരനോടാണ് ഈ മാലിന്യ സംസ്കരണവും അത് ശേഖരണവും സംസ്കരണവും ഇത് സംബന്ധിച്ച് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്? ശരി, നഗരസഭയിൽ ഇപ്പോൾ കരമാലിന്യ സംസ്കരണത്തിന് പ്രത്യേകമായിട്ടുള്ള പ്ലാന്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു 14 ടണ്ണോളം മാലിന്യങ്ങൾ 2 മണി ഒരു ദിവസം നമ്മുടെ കളമശ്ശേരി നഗരസഭയിലുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെയും മുനിസിപ്പൽ ജീവനക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ വരുന്ന വേസ്റ്റുകളും വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യമെല്ലാം നമ്മൾ എടുക്കുന്നത് മാസത്തിലൊരിക്കലാണ്. അതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരം തിരിച്ച് മാറ്റി പുറത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുവഴി നമ്മുടെ അല്ലാതെയുള്ള വേസ്റ്റുകളെല്ലാം ഒട്ടിച്ച് കളയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജൈവമാലിന്യം നമ്മൾ ബ്രഹ്മപുരത്തേക്ക് ഒരു ടണ്ണിന് 1420 കിലോ കണക്കിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് ഉണ്ട്. അതുവഴി തരംതിരിച്ച് പ്ലാസ്റ്റിക് ഷെഡ് ചെയ്ത് അത് മാറ്റുന്ന ഏർപ്പാടുകൾ, അങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രമോദ് കാക്കര, ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ എന്താണ് BJP കാണുന്ന ഒരു പ്രധാനമായ കാര്യം? പ്രകടമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ? അത് കേരളത്തിലുള്ള മറ്റ് പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ നഗരസഭകളെയൊക്കെ സംബന്ധിച്ച് പൂർണ്ണമായും അധികാരത്തിൽ തന്നെ വരും എന്നുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. എന്താണ് ജനങ്ങളോട്? BJP സംബന്ധിച്ചോളം കേരളത്തിലെ ഒരു പ്രധാന പ്രതിപക്ഷമായിട്ട് മാറിയിരിക്കുന്ന BJP ആണ്. നമുക്കറിയാം, ഇന്ന് ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് കേന്ദ്ര പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും ഇടനിലക്കാരില്ലാതെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്നിരിക്കുന്നത് BJP ഗവൺമെന്റ് വന്ന ശേഷമാണ്. നമുക്കിന്ന് തന്നെ അറിയാം, സാധാരണ ഒരു കർഷകന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിസാൻ സമ്മാൻ നിധിയിലൂടെ, ജൻധൻ അക്കൗണ്ടിലൂടെ, ഇൻഷുറൻസ് പദ്ധതിയിലൂടെ, അപ്പൊ എല്ലാ വിധത്തിലും വികസനം സാധാരണക്കാരൻ ഏറ്റവും താഴേക്കിടയിലുള്ളവനും വികസനം എത്തിക്കുന്ന എന്ന ലക്ഷ്യത്തോടുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റ് കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ കേരളത്തിലെ പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പൽ തലങ്ങളിലും നമ്മൾ പറയുന്നത് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും BJP ജയിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ ആ സമയങ്ങളിലെല്ലാം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഒരു പ്രബല മൂന്നാം ശക്തി എന്നുള്ള രീതിയിൽ തന്നെ BJP വളർന്നു വന്നിരിക്കുന്നു. അത് താങ്കൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇവിടുത്തെ എറണാകുളം ജില്ലയിൽ തന്നെ പല മുനിസിപ്പാലിറ്റികളിലും പ്രാതിനിധ്യമുണ്ട്. നേരത്തെ അക്കൗണ്ട് തുറക്കാൻ എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു BJP വരുന്നത്. പക്ഷെ ഇന്ന് അക്കൗണ്ട് തുറക്കാനല്ല, ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് BJP ഭരിക്കുന്നത്, മത്സരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ഷാനവാസിനോടാണ്. ഗാന്ധിജി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജ് എന്ന പഞ്ചായത്ത്
തത്വം അംഗീകരിച്ചുകൊണ്ട് ഇന്ന് പ്രബലമായ 3 രാഷ്ട്രീയ മുന്നണികൾക്കും എതിരായി KDF, കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പുതിയ ഫോം രൂപം ചെയ്ത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുക. എന്താണ് നിങ്ങൾ ഈ 3 മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾക്ക് നൽകാം എന്ന്, അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനത്തിൽ തൽപരരാകാം എന്ന് വിചാരിച്ച് എടുത്തിട്ടുള്ള ഒരു നിലപാട്? ആദ്യം തന്നെ KDF എന്നത് കേരള ഡെമോക്രാറ്റിക് ഫോറമാണ്. താങ്കൾ പറഞ്ഞ കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. ഇതൊരു ഫോറമാണ്, പാർട്ടിയല്ല. ഒരിക്കലും ഒരു പുതിയ പാർട്ടിയായിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു ശ്രമമല്ല. പക്ഷേ ഒരു പുതിയ രാഷ്ട്രീയ മുന്നണി, ഒരു 4ാം ബദൽ രാഷ്ട്രീയ മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് കേരള ഡെമോക്രാറ്റിക് ഫോറം. ഇത് കേരളം മുഴുവൻ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ജില്ലാ തലത്തിൽ കോർഡിനേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളാണ്. ഇവർക്കൊന്നും ഒരിക്കലും അഴിമതിക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളാൻ സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് കേരള ഡെമോക്രാറ്റിക് ഫോറം 4ാമതൊരു ബദൽ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഭരണഘടനയുടെ 73ഉം 74ഉം വകുപ്പുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് രാജ് നഗരപാലിക ബിൽ നടപ്പാക്കുമ്പോൾ അതിന്റെ അന്തസത്ത എന്ന് ഉദ്ദേശിച്ചിരുന്നത് ശരിക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുണ്ടെന്നുള്ളതായിരുന്നു. പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് കക്ഷി രാഷ്ട്രീയത്തിനുള്ള ഒരു അവസരം അവർ ഉണ്ടാക്കിയെടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് തികച്ചും കക്ഷി രാഷ്ട്രീയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവിടെ ഭരണം നടക്കുകയും ആ രീതിയിൽ അതിൻ്റെ തന്നെ സ്വാഭാവികമായ ഒരു പരിണിതഫലം എന്ന വണ്ണം അതിൽ അഴിമതി കടന്നു വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ പോലും 4 പ്രാവശ്യം അതിന്റെ അധ്യക്ഷന്മാർ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത്. ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രദേശത്തിന്റെയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതാത് നാടുകളിലെ ജനങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശരിയായ ഗ്രാമസ്വരാജ്, ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന രീതിയിലേക്ക് വരണം. ഈ ഒരു നിലപാടാണ് KDF കേരളം മുഴുവൻ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനോട് അനുബന്ധിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും ജനമുന്നേറ്റം എന്ന പേര് വെച്ചുകൊണ്ട് അതാത് പ്രദേശങ്ങളുടെ പേര് കൂടി ചേർത്ത് സ്വതന്ത്ര കൂട്ടായ്മ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2020 മോഡൽ, കിഴക്കമ്പലത്തെ 2020 മോഡലിലുണ്ട്. അത് നമുക്കറിയാം. അതിനെ പൂർണ്ണമായിട്ടും അതിന്റെ കോർപ്പറേറ്റ് രീതികളോട് നമുക്ക് യോജിപ്പില്ല എങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് എതിരായിട്ടുള്ള ബദലായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റം എന്ന രീതിയിൽ നമ്മൾ അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പേര് 2020 മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പോൾ ചെല്ലാനം 2020 പോലെ, കോട്ടയം 2020 പോലെയൊക്കെ സ്വതന്ത്ര കൂട്ടായ്മ വരുന്നുണ്ട്. ഇവരെല്ലാം കൂട്ടി യോജിപ്പിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും ഇവരുടെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു 4ാം ബദൽ മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏകോപിക്കാനുള്ള ശ്രമങ്ങളാണ് കേരള ഡെമോക്രാറ്റിക് ഫോറം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ വനിതാ മെമ്പറോട് തന്നെയാണ്. ഈ 50% സംവരണമുണ്ടെങ്കിൽ പുരുഷ മേധാവിത്വം ഈ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ബാധിക്കാറില്ലേ? 50% വനിതാ സംവരണം എന്ന് പറഞ്ഞാലും പുരുഷ മേധാവിത്വം അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കല് ഉണ്ടായിരുന്നു. ഇപ്പോൾ 50%-നേക്കാളേറെ പല പഞ്ചായത്തുകളിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും ഒക്കെ 50%-ലേറെ ജനറൽ സീറ്റുകളിൽ നിന്ന് പോലും മത്സരിച്ച് വിജയിച്ചു വരുന്ന വനിതകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കളമശ്ശേരിയിൽ തന്നെ ഞങ്ങൾക്ക് 21 പേരാണ് 50% അനുസരിച്ച് നമുക്ക് വരുന്നതെങ്കിലും കഴിഞ്ഞ് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് 22 വനിതകളായിരുന്നു കൗൺസിലിനകത്തുണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒരു പുരുഷ മേധാവിത്വം എന്നുള്ളൊരു ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു വനിത എന്ന രീതിയിൽ എനിക്ക് തുറന്നു പറയാനുള്ളത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം വനിതകൾക്ക് നന്നായിട്ട് ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ ഇടപെടാൻ കഴിയും. ഇപ്പോൾ ഇവിടെ മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഒരു അഴിമതി വിരുദ്ധ രാഷ്ട്രീയം അത് ഏത് ഇതിലാണെങ്കിലും വനിതകൾക്ക് പൊതുവെ കുറവാണെന്നുള്ളതാണ്. പിന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊന്നുമല്ല ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കാൻ പറ്റും. ആ ജനപ്രതിനിധി പ്രവർത്തിക്കേണ്ടത് അവരേത് വാർഡിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ഇതിൽ നിന്നോ നാം തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധിയാണ്.
അതിലവര് ആ രാഷ്ട്രീയം എന്നുള്ളത് അവർക്ക് ആ തിരഞ്ഞെടുപ്പിൽ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ആ ജനപ്രതിനിധിയായി പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. അങ്ങനെയെല്ലാം വരുമ്പോൾ അതിലെല്ലാം കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നത് വനിതകൾക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഈ തർക്കമുണ്ട് എല്ലാ രീതിയിലും. കേരള ഡെമോക്രാറ്റിക് ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കിഴക്കമ്പലത്ത് 2020 അത് മറ്റൊരു കൂട്ടായ്മയാണെന്ന് ഷാനവാസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് ബേസ് ചെയ്തുകൊണ്ട് പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ കൂടി വരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, BJP പറഞ്ഞിട്ടുള്ളത് ബദലുകൾ താൽക്കാലിക പ്രതിഭാസമാണ്. അത് ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് വീണ് കഴിഞ്ഞാൽ കുമള ഉണ്ടാവും, ആ കുമള അപ്പോഴും തന്നെ പോകും, അങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണോ ഇതിനെ കാണുന്നത്? അദ്ദേഹം കൂടുതൽ രാഷ്ട്രീയപരമായി, അല്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് ഉപരി നിൽക്കുന്ന ആൾക്കാരാണ്, അവർക്ക് രാഷ്ട്രീയമില്ല എന്നാണ്. ഇന്ന് ഏതൊരു മനുഷ്യനും രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരാളിന് ഒരു രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിലുണ്ടാവും. എങ്കിലും ഇതൊരു അരാഷ്ട്രീയവാദം കൂടി ഉയർത്തിക്കൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുക. ഈ അവസരത്തിൽ ഈ ബദലുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തുടർന്ന് പോകുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതെങ്ങനെ ബാധിക്കും, എങ്ങനെയായിരിക്കും അവരുടെ നിലപാടെന്ന് നിശ്ചയിക്കുക? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയുമ്പോൾ ഭാരതം ജനാധിപത്യ രാഷ്ട്രമാണ്. ഏത് കൂട്ടായ്മയ്ക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി ചെന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനം വിലയിരുത്തുന്നത് ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനം ഒരു രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും ജനാധിപത്യ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന വ്യക്തിക്ക് രാഷ്ട്രീയമുണ്ട്. കാരണം 3 പേര് പറയുന്ന രാഷ്ട്രീയമല്ല ഞങ്ങളുടെ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. അതാണ് രാഷ്ട്രീയം. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ. ആ രാഷ്ട്രീയത്തില് അവർ പറയുന്നത് ഈ 3 മുന്നണികളും പറയുന്നതല്ല, ഞങ്ങൾ പറയുന്ന അതിന് വ്യത്യസ്തമായിട്ട് പറയുന്ന അതാണ് അവരുടെ രാഷ്ട്രീയം. അത് രാഷ്ട്രീയമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പുതിയ കൂട്ടായ്മ വന്നു, അങ്ങനെ നമ്മൾ ഒത്തിരി കൂട്ടായ്മകൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടായ്മകൾ വരും പോകും, അതൊരു നേതൃത്വം ഉണ്ടാവും. ആ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിലേക്കായിരിക്കും എപ്പോഴും പോകുന്നത്. അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും പ്രാദേശികമായ ഒരു കൂട്ടായ്മയല്ലേ. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്നുള്ള ഒരു പ്രാവർത്തികമാക്കാൻ ജനം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളർന്നു വരും. അല്ലാതെ ഒരു 2020 എന്ന് പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞു 2020യുടെ രീതികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അവർ നമ്മൾ രാഷ്ട്രീയക്കാരെ എതിർക്കുന്നവർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവരുടെ ഒരു നയം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ എതിർക്കുക എന്നുള്ളതാണ്. 2020യുടെ രീതി ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ പക്ഷെ അവർ രാഷ്ട്രീയക്കാരെ എതിർക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇവരെ എതിർക്കുന്നവരെ ആരൊക്കെ എതിർക്കുന്നുണ്ട് അവരെല്ലാവരും ഒരു കൂട്ടാക്കും. അതാണ് അവരുടെ കൂട്ടായ്മ. അപ്പൊ ജനാധിപത്യ രാഷ്ട്രത്തിൽ ആർക്ക് വേണമെങ്കിലും അങ്ങനെ സംഘടനകൾ ഉണ്ടാക്കാം. ആ സംഘടനകൾ പ്രവർത്തിച്ച് ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ അവർക്കൊരു അംഗീകാരം ലഭിക്കും, അവർ കൊണ്ടുവരും. അത് ജനങ്ങൾ തിരസ്കരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ താഴ്ത്തേക്കും. അതാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഏത് മനുഷ്യനും ഒരു രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കും. അത് അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളതും അവരുടെ ആദർശം എന്താണെന്നും അവർ തുറന്നു പറയും ജനങ്ങളോട്. ജനങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ അവർക്കത് അംഗീകാരം വരുമെന്നാണ് എനിക്ക് പറയാം. ഇപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞു ജനം രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതുപോലെ CPM അരാഷ്ട്രീയം ജനവിരുദ്ധമാണ്. BJP പറഞ്ഞു ബദലുകൾ താൽക്കാലിക പ്രതിഭാസങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്കൊരു 3 മുന്നണിയാണല്ലോ പ്രബലമായി ഇവിടെ ഉള്ളത്. ഇവർ 3 പേരും ഈ രൂപത്തെക്കുറിച്ച്, നിങ്ങളുടെ ഫോറത്തെക്കുറിച്ച് വിലയിരുത്തി ഇത് ഇങ്ങനെയാണ്. ഈ വിലയിരുത്തലുകൾക്ക് ഉപരിയാണ് രാഷ്ട്രീയവാദം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അരാഷ്ട്രീയവാദമാണെങ്കിൽ ഈ അരാഷ്ട്രീയവാദം കൊണ്ട് ഈ സംഘടന നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും. എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, മഴക്കാലത്ത് നീർക്കുമുളകൾ മാത്രമല്ല ഉണ്ടാകാറ്, വൻമരങ്ങളായി മാറിയേക്കാവുന്ന മുളകളും പൊട്ടിമുളയ്ക്കാറുണ്ട്. അപ്പോൾ KDFന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് വസ്തുതയല്ല. KDFന് തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. LDF, UDF, NDA ഇത്ര കാലം ഈ നാട്ടിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയമാണോ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് ജനങ്ങൾ ശരിക്കും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും വർഗീയ പ്രീണനത്തിലും അധിഷ്ഠിതമാണ്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം കൊണ്ട് ഈ നാടിന് കോട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിലെ ജനങ്ങളിൽ ഒരു 15% മാത്രമേ സജീവ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്ര
നേതൃത്വമായിട്ട് ഉള്ളൂ. ബാക്കി 85% ജനങ്ങളും അതാത് കാലത്ത് അപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതികളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഓരോ മുന്നണിക്ക് മാറി മാറി വോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗതികേടാണ്. അവരുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നിലവിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ആര് കയറിയാലും എല്ലാവരെയും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു വന്ന LDF പോലും ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ നാട്ടിൽ എന്ത് ഭരണമാണ് നടത്തിയതെന്ന് ജനങ്ങൾ നേരെ കണ്ടു കഴിഞ്ഞു. ഇപ്പോ വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് തീരുമാനി മുതൽ ഈ അടുത്ത് വന്ന ലൈഫ് മിഷൻ പദ്ധതി, സ്വർണ്ണക്കടത്ത് എല്ലാം പോരാഞ്ഞിട്ട് അതിന്റെ വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ വൻകിട പദ്ധതികളുടെ പിന്നാലെയാണ് LDF സർക്കാർ. അവർക്കിനി മാസങ്ങളെ ബാക്കിയുള്ളൂ. അതിരപ്പള്ളി ഡാം നിർമ്മാണവും കേരയിൽ പദ്ധതിയും അതുപോലെ വാളയാർ തുരങ്കം ഇതുപോലുള്ള വലിയ വലിയ പദ്ധതികളിലേക്ക് ഇവർ കണ്ണു നട്ടു പോകുന്നത് വലിയ അഴിമതിക്കുള്ള ഒരു സാധ്യതകൾ തേടിക്കൊണ്ടാണ്. അതിന്റെ കമ്മീഷൻ അവർക്ക് മാറുന്നതിന് മുമ്പ് അവർക്ക് കുത്തക കോറി മുതലാളിമാരെയും മറ്റു കോർപ്പറേറ്റുകളെയൊക്കെ ചാക്കിട്ട് അവരുടെ കമ്മീഷൻ ഈ വരുന്ന ഇലക്ഷന് മുൻപായിട്ട് നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. KDFന്റെ രാഷ്ട്രീയം തികച്ചും യഥാർത്ഥ രാഷ്ട്രീയം എന്ന ആ ഒരു നിലപാടാണ് ഉള്ളത്. കാരണം യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്ര നിർമ്മാണമാണ്, ജനസേവനമാണ്. അതിനെ ഒരു തൊഴിലാക്കി കാണുന്ന ഈ രാഷ്ട്രീയ തൊഴിലാളികളെ കേരളത്തിലെ ജനത അകറ്റി നിർത്തും എന്നുള്ള കാഴ്ചപ്പാടാണ്. ഈ 85% വരുന്ന ജനങ്ങളിൽ പകുതി പേരെങ്കിലും ഈ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാണ്, ഭരണമാറ്റം സാധ്യമാണ്. ഈ ഒരു വിഷയത്തിൽ KDFന്റെ ഒന്നാമതായിട്ടുള്ള മുദ്രാവാക്യം അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് തന്നെയാണ്. KDFന്റെ അഭിപ്രായം മറ്റുള്ളവരെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊക്കെ രാഷ്ട്രീയ തൊഴിലാളികളാണ്. അത് എത്രമാത്രം സാധൂകരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ തൊഴിലാളികൾ എന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളുകൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാല് എൻ്റെ രാഷ്ട്രീയം എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുള്ള ആളാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അംഗമാണ്. ഒരിക്കലും ഞാൻ തുടങ്ങിയിട്ട് തന്നെ എൻ്റെ ഒരു 8ാമത്തെ വയസ്സിലേക്ക് ഞാൻ ഈ പാർട്ടിയിലെ കാലസംഘം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയാണ്. ഇന്ന് വരെ ഒരു രാഷ്ട്രീയ തൊഴിലാളിയായിട്ട് ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. അതൊരു രാഷ്ട്രീയ തൊഴിലാളി എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനമല്ല. അദ്ദേഹത്തിൻ്റെ എന്താണോ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും നിയമസഭകളാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് വിജയിച്ച് എല്ലാം പോകുന്നുണ്ട്. പലരും ഇതുപോലെ ഫോറങ്ങളെല്ലാം ആയി പറഞ്ഞുകൊണ്ട് വരുന്നുമുണ്ട്. ഒരിക്കലും ഒരു രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും അതിലൊരു രാഷ്ട്രീയ തൊഴിലാളിയായിട്ടല്ല ഒരിക്കലും പ്രവർത്തിക്കുന്നത്. അത് രാഷ്ട്ര സേവനമാണത്. ഒരിക്കലും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല. തൊഴിലായി അവർക്ക് മാറുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടേതായ ഒരു രീതിയുണ്ട്. അവർക്ക് രാഷ്ട്ര സേവനത്തിനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ സ്വന്തം കാര്യം നോക്കി മാറി നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവരതിലേക്ക് സ്വയം സന്നദ്ധരായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവർ രാഷ്ട്രീയ തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷേപ രീതിയിലായിട്ട് പറയുന്നത്. രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുന്നവർ ഇങ്ങനെയാണ്. സന്നദ്ധ സേവനത്തിലേക്ക് വരുമ്പോൾ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരായി മാറും. ആ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് മാറുമ്പോൾ അവരുടെ കുടുംബത്തിനോ ബാക്കിയുള്ളതിനോ ജീവിക്കാനുള്ള വഴിയെല്ലാം അവരെ ചെറിയ ചെറിയ തൊഴിലുകളിലൂടെ എല്ലാം കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ഭരണത്തിൻ്റെ അഴിമതികളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. യഥാർത്ഥ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഭരണസമിതി തീർത്തും ജനസേവനമായിട്ടുള്ള ഭരണസമിതിയായി മാറുന്നത്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ എത്ര പിടിച്ചു നിർത്തി എത്ര കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതുപോലെ ഇന്നിപ്പോൾ കേരളത്തിൽ ഇന്നലെ നമുക്ക് വന്നത് 11,000 കേസാണ് നമുക്ക് വന്നത്. ഇത്രയും മാസങ്ങൾക്കുള്ളിലാണ് നമുക്ക് ഈ കേസ് വന്നിട്ടുള്ളത്. ആ ഒരു കേസ് അത്രയും തന്നെ പിടിച്ചു നിർത്താൻ നമ്മുടെ ഈ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാം നമ്മൾ കൊടുക്കുന്നതല്ല, നമ്മുടെ ഗവൺമെൻറ് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു. അതൊന്നും
അതിലെല്ലാം വരുന്ന ചെറിയ ചെറിയ കരടുകളാണ് ഈ പറഞ്ഞതുപോലെ ഉയർത്തി കാട്ടിക്കൊണ്ട് നമ്മളെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ചെറിയ ന്യൂനത വരുമ്പോൾ അതിൽ കയറി മുറുകെ പിടിച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ തൊഴിലാളികളാണെന്നും ഇത് വാദമാണെന്ന് ഇത് അഴിമതിയാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് വരുമ്പോ നല്ല വശങ്ങളെ കുറിച്ച് കാണാതെ പോകുന്നത് ശരിയല്ല. അതേതാണെങ്കിലും ഇപ്പൊ 2020 കാര്യം പറഞ്ഞു, 2020 കാര്യം പറഞ്ഞത് അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ കോർപ്പറേറ്റ് രീതികളോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോ ആ ഒരു താല്പര്യമില്ലായ്മ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പക്ഷേ അതിന് ജനങ്ങൾ കാണുന്ന ഒരു മോട്ടീവ് ഉണ്ട്, അത് നമ്മൾ കാണും. 40 രൂപയ്ക്ക് 1 കിലോ ജയ അരി വാങ്ങിക്കുമ്പോൾ അവർ നൽകുന്നത് 15 രൂപയ്ക്കാണ്. 6 രൂപയ്ക്ക് 5.5 രൂപയ്ക്ക് ഒരു കോഴിമുട്ട വിൽപ്പന നടത്തുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു സൊസൈറ്റി വഴി കൊടുക്കുന്ന 1.5 രൂപയ്ക്കാണ്. അപ്പൊ ഈ വിധത്തിലാണ് അവര് കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതും കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിരുന്നു. ഇനി അടുത്ത പ്രമോദ്, താങ്കളോട് ചോദിക്കാനുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. എന്തെന്ന് ചോദിച്ചാൽ, വൻകിട പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും പോക്കറ്റ് മണി തടയൂ. അപ്പോൾ വൻകിട പദ്ധതി ഇപ്പം നമ്മൾക്കൂടെ വന്നു, മെട്രോ, അതുപോലെ തന്നെ വൻകിടമായ ഒട്ടനവധി പദ്ധതികൾ, ഇപ്പൊ മെട്രോ അങ്ങനെയുള്ള ഒട്ടനവധി പദ്ധതികൾ വരുന്നുണ്ട്. ഈ വരുന്ന പദ്ധതികളെല്ലാം നമുക്ക് അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് കണക്കാക്കാൻ കഴിയുമോ? എന്താണ് അതിന്റെ അവസ്ഥ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞൊരു കാര്യം, അഴിമതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പത്രമാധ്യമങ്ങളിലൂടെ ഇന്നത്തെ മാധ്യമങ്ങളുടെ സായാഹ്ന ചർച്ച മുഴുവൻ ഇന്നത്തെ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് ഉള്ള ചർച്ചകളൊക്കെ തന്നെയാണ്. പിന്നെ പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ വികസനം വേണം എന്നുള്ള കാഴ്ചപ്പാടിൽ പദ്ധതികളുണ്ടെന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. കാരണം നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ലൈഫ് മിഷൻ പദ്ധതി ഏറ്റവും നല്ല കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഭരണ സംവിധാനത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇവര് രണ്ടുപേരും ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് 5 വർഷമായിട്ട് ഇത്ര നാളായിട്ടും ഈ ഇത്രയും കളമശ്ശേരിയിൽ സാധാരണക്കാരന്, അതായത് 2 കക്ഷികളും പറയുന്നത് ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് പറയുന്നതല്ല നടപ്പിലാക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലാഭം കിട്ടുന്ന പരിപാടികൾ എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഈ പ്രളയ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. പ്രളയ ഫണ്ട് കളമശ്ശേരിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലോ. ഇവരുടെ പാർട്ടി നേതാവിനെതിരെ പോയി നടപടി വന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പ്രളയ ഫണ്ട് നമ്മുടെ തൃക്കാക്കരയിലെ അഴിമതി ആരോപണം നടന്നത് പാർട്ടി ഭാരവാഹികളാണ്. അത് ആര് ചെയ്തു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ട മറ്റു പ്രതിപക്ഷത്തിന്റെ ജോലിയാണത്. അതില് നമ്മൾ ആരോപണ വിധേയനായവർ അവരുന്ന രാഷ്ട്രീയ പാർട്ടി കുറ്റക്കാരായി മാറും. 10,000 രൂപ പോലും കിട്ടാത്ത എത്രയോ സാധാരണക്കാരൻ്റെ ഇവിടെ ഇത് സ്വന്തം ആളുകൾക്ക് വേണ്ടി വകമാറ്റി കൊടുത്തിരിക്കുന്ന എത്രയോ ഇതുണ്ട്. കോടികളാണ്. നമ്മൾ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ വെള്ളം കയറി അവന്റെ എല്ലാ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് ലഭിക്കേണ്ട ആ പൈസ കൊടുക്കാതെ അത് വകമാറ്റി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ അഴിമതി ആരോപണം എന്ന് പറയുന്നത് ഒരു ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഭരണപക്ഷത്തുള്ള ഉദ്യോഗസ്ഥ യൂണിയനിലെ ആളുകൾ പോലും ഈ അഴിമതിക്ക് കൂടുതൽ കിട്ടുള്ളൂ. നമുക്കിപ്പൊ നടക്കുന്ന തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നല്ല, എല്ലാ കാര്യങ്ങളും ഏത് കോവിഡ് ഇത് തുടങ്ങിയുള്ള സമയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ആരോപണമാണ് ഈ ഗവൺമെന്റ് നേരിടുന്നത്. അതിന് പ്രധാന പ്രതിപക്ഷമായിട്ട് BJP തന്നെയാണ് ശക്തമായിട്ട് പിടിക്കുന്നത്. പ്രധാനമായിട്ടുള്ളൊരു വിഷയം ഷാനവാസ് പറഞ്ഞതാണ്, അഴിമതി അത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമുദ്ര എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് LDFന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഇപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീടുകൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ പൊതുവെ കേരളത്തിൽ ഈ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് എന്താണ് KDFന്റെ ഒരു 2018 പ്രളയത്തിന്റെ സമയത്ത് ജനങ്ങൾ കാര്യമായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഫണ്ടിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിരുന്നു. പക്ഷേ അതെ, ഈ തവണ പക്ഷെ ജനങ്ങൾ അതിനോട് വിമുഖത കാണിക്കാൻ കാരണം സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഈ ലൈഫ് മിഷൻ പദ്ധതി പല സ്ഥലത്തും വലിയ ക്രമക്കേടുകൾ തന്നെ നടന്നിരിക്കുന്നത്. പല സ്ഥലങ്ങൾ പോലും വ്യാജമായിട്ട് കാണിച്ചതാണെന്ന് പറയുന്നു. 2 ലക്ഷത്തി ചില്ലാനം പേർക്ക് വീടുകൾ കൊടുത്തു എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് അപാകതകൾ ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത് നിർമ്മിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്ത് നിർമ്മിക്കാതെ മറ്റേതോ സ്വകാര്യ സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ട് അത് വിലയ്ക്ക് വാങ്ങി അതിന്റെ പണി തീരുന്ന അവസ്ഥയിൽ വിലയ്ക്ക് വാങ്ങിയിട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള രീതികളിൽ പല തിരിമറികളും നടന്നിട്ടുണ്ട് ലൈഫ് മിഷനിൽ. അത് കേരളത്തിലെമ്പാടും
ഉണ്ട്. ഇതിനൊക്കെ എതിരെ രാഷ്ട്രീയ പാർട്ടികൾ ശബ്ദിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒന്നും യഥാർത്ഥ വസ്തുത ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. കാരണം UDF ഭരിച്ച സമയത്ത് 8 മന്ത്രിമാർക്കെതിരെ ഇപ്പോഴും വിജിലൻസ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിജിലൻസ് കോടതികളുടെ പരിഗണനയിലാണ്. അതിൽ ഉമ്മൻചാണ്ടി മുതൽ രമേശ് ചെന്നിത്തല മുതൽ VS ശിവകുമാർ വരെ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം അങ്ങനെ കിടക്കുന്നു. പക്ഷേ ഇപ്പോൾ അധികാരത്തിൽ കയറിയിട്ട് 5 വർഷമായിട്ടും LDF ഇതിനെതിരെ ഒരു കമാതരക്ഷരം വേണ്ടിയിട്ടില്ല. അവർക്ക് എടുക്കാവുന്ന ഭരണതലത്തിൽ എടുക്കാവുന്ന യാതൊരു നടപടികളും എടുത്തിട്ടില്ല. ഇതൊക്കെ ഒരു കൂട്ട് സംരംഭമാണ്. ജനങ്ങളുടെ പൊതുമുതൽ കൊള്ളയടിക്കാനായിട്ട് LDF UDF മാറി മാറി ഭരിക്കാനുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുന്നണി രാഷ്ട്രീയം, അവരുടെ ഭരണം. ഇത് ഒരിക്കലും നമുക്ക് ഇനി വെച്ച് പുറപ്പിക്കേണ്ടതുണ്ടോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിൽ വെച്ച് അതെടുത്ത് ഇടതുകാലിൽ വെച്ച് ആ മുന്നോട്ട് പോകേണ്ട ആ ഗതികേടിൽ നിന്നും ജനങ്ങൾക്ക് മോചനം വേണമെങ്കിൽ അവരുടെ മുമ്പിലൊരു സാധ്യത നമ്മൾ തുറന്നു കൊടുക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഇടതുകാലം വലതുകാലം കഴിഞ്ഞാൽ മൂന്നാമതൊരു കാലം വേറെ ഉണ്ട്. ആ ഒരു കാലം കുറിച്ച് ഞാൻ പറഞ്ഞു വരാൻ പോയത്, ആ ഒരു കാലം ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയായിരുന്നേനെ. പക്ഷേ ഈ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അഴിമതിക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ കഴിയില്ല എന്നതിന് കാരണം ജന്മന തന്നെ അവർക്കൊരു വൈകല്യമുണ്ട്. കാരണം അവര് മുതലാളിമാരെ കോർപ്പറേറ്റുകളുടെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരെ മത്സരിക്കുന്നത്. അവർക്ക് അഴിമതിക്കെതിരെ ശക്തമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല. ഈ LDF UDF ചെയ്യുന്ന അതേ അഴിമതികൾക്ക് തുടരേണ്ടി വരും. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിഘടിച്ചു വരുന്ന സംഘടനകൾക്കോ സ്ഥാനമോ മാനം കിട്ടാത്ത ഒഴിഞ്ഞു വരുന്ന നേതാക്കൾക്കോ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ പ്രവർത്തകരും നേതൃത്വം ഉയർന്നു വരണം. അതിലൂടെ മാത്രമേ ഒരു പരിഹാരം ഉണ്ടാവൂ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മുതലാളിമാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ പിരിച്ചാണ് പാർട്ടി ഫണ്ടുണ്ടാക്കുന്നത്. എന്താണ് KDFന്റെ ഒരു ലയം? തീർച്ചയായിട്ടും KDF ആ ഫണ്ട് റേസിംഗ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ നിന്ന് തന്നെയാണ്. നമുക്കൊരിക്കലും ഈ മുതലാളിമാരിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഒരിക്കലും മുതലാളിമാർക്കെതിരെ ശബ്ദിക്കാൻ കഴിയില്ല. അപ്പോൾ മുൻപൊക്കെ നമ്മളുടെ വീടുകളിലും ജംഗ്ഷനുകളിലും ഒക്കെ ഓരോ പാർട്ടിക്കാരും ബക്കറ്റ് പിരിവായിട്ടും അല്ലാതെയും റെസിപ്റ്റിയായിട്ടൊക്കെ വരുമായിരുന്നു. ഇന്ന് ആരും അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അവർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഒരു ടെലിഫോൺ കോൾ ചെയ്താൽ അവരുടെ ഓഫീസിൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളും കോടികളും വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. പക്ഷെ KDF ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ നിന്ന് തന്നെ അത് ഒരു ഫണ്ട് റേസ് ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് ഏറ്റവും ചുരുക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് അവർക്ക് കൈക്കൂലി കൊടുത്തിട്ടോ മദ്യം വാങ്ങി കൊടുത്തിട്ടോ അല്ല അവരെ വോട്ട് മേടിക്കേണ്ടത്. നിലവിലെ സാഹചര്യം ശരിയായി പറഞ്ഞ് മനസ്സിലാക്കിയാൽ വലിയൊരു വിഭാഗം ജനങ്ങളും ഈ മാറി ചിന്തിക്കാൻ തയ്യാറാകും എന്നുള്ള കാഴ്ചപ്പാടുകൊണ്ടാണ് KDF പ്രവർത്തിക്കുന്നത്. അപ്പൊ KDF ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഒരു ബക്കറ്റ് പിരിവ് നടത്തി അങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് ഒരു ഫണ്ട് സമാഹരിക്കാമെന്നാണോ? തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങും. ഞങ്ങൾ ഈ ആശയം പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങും. അവരിൽ നിന്നും 10 രൂപയാണെങ്കിൽ കിട്ടുന്ന ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും മുതലാളിമാരെ കാൽച്ചോട്ട് ചെന്ന് വീഴാനും അതുവഴി അഴിമതിയിലേക്ക് ചെന്ന് ചാടാനും KDF ഉദ്ദേശിക്കുന്നില്ല. ഈ KDFിലുള്ളതും പൊതുജനങ്ങളാണ്. രാഷ്ട്രീയമാണെങ്കിലും എന്ന് പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ പല രാഷ്ട്രീയങ്ങളിലും നിന്നവരാണ് ഇതിലേക്കും വന്നിട്ടുള്ളത്. ഇപ്പൊ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവർ അങ്ങനെയാണ്. ഇപ്പൊ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇല്ലാതെ നിൽക്കുന്നവരിൽ പലരും ഇതിനകത്തുണ്ട്. വരും, അത് സ്വാഭാവികമാണ്. അപ്പൊ ഈ രാജ്യത്തുള്ള ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഉള്ള ഒരു പ്രയത്നത്തിലാണ് KDF. എന്താണ് ജനങ്ങൾക്ക് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നൽകാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? അവനവന്റെ സുരക്ഷ, ജീവന്റെ വിലയുള്ള ജാഗ്രത എന്നാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള നിർദ്ദേശം. ജീവന്റെ വിലയുള്ള ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവനെ നമ്മൾ എത്രയോ കാക്കുന്നു. അതുപോലുള്ള ഒരു ജാഗ്രത ഈ കോവിഡ് സമ്പർക്കത്തിലൂടെ കോവിഡ് പകരുന്നതിനെ നിയന്ത്രിക്കാൻ നാം സ്വയം പഠിച്ചില്ല എങ്കിൽ, നാം സ്വയം അത് തീരുമാനിച്ചില്ല എങ്കിൽ നമുക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് തുടക്കത്തിൽ നമ്മൾ ഒരാള് 2 ആള് 3 ആൾക്ക് വരുമ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ട്. ആ ജാഗ്രതയിൽ നിന്നും ശ്രദ്ധയിൽ നിന്നും എല്ലാം മാറി ഇന്ന് നമുക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്രയേറെ രോഗികൾ കൂടി, അത്രയേറെ ക്വാറന്റൈൻ ആളുകൾ, സമ്പർക്കത്തിൽ നിരീക്ഷണത്തിൽ ഇരിക്കുന്നവർ കൂടി അങ്ങനെ വന്നപ്പോൾ വളരെയേറെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഒരു ആഘോഷമാക്കി എടുക്കാതെ ഇരിക്കുക. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമായി
പുറത്തിറങ്ങും. കാരണം ഇപ്പൊ നമ്മുടെ സർക്കാരിന് വീട്ടിലിരുത്തി അവർക്ക് മുഴുവനായിട്ടുള്ള സംരക്ഷണം നൽകുന്നതിനൊന്നും സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്, സർക്കാരിനും അങ്ങനെ കഴിയില്ല. എന്നാൽ പോലും നമ്മളിപ്പോൾ അവർക്ക് പെൻഷൻ ഉള്ളവർക്ക് എല്ലാം കൃത്യമായിട്ട് ആ മാസം തന്നെ 1-ാം തീയതി മുതൽ 10-ാം തീയതിക്കുള്ളിൽ പെൻഷൻ വീട്ടിലെത്തിക്കാൻ ഇപ്പോൾ 1400 രൂപയാക്കി. ആ 1400 രൂപ വീട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. അതുപോലെ കിറ്റുകൾ, റേഷൻ കട വഴിയുള്ള കിറ്റുകൾ, അതിൻ്റെ എല്ലാ കാർഡ് ഉടമകൾക്കും അവരുടെ കൈകളിൽ കിട്ടുന്ന ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് കോവിഡ് വരുന്ന രോഗികൾക്ക് യാതൊരുവിധ ചെലവുമില്ലാതെ നല്ല രീതിയിലുള്ള സംരക്ഷണം, അവർക്ക് ആഹാരമാണെങ്കിലും മരുന്നാണെങ്കിലും ബാക്കിയുള്ള സൗകര്യങ്ങളാണെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ തന്നെ നിയന്ത്രിച്ചില്ല എങ്കിൽ വരുന്ന വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ അത്യാവശ്യം ജോലിക്ക് പോകുന്ന ആളുകൾ മാത്രം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുക, ആഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 20 പേര് 50 പേരിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പാടില്ല, നമുക്ക് 144 പ്രഖ്യാപിച്ച് 5 പേരിൽ കൂടുതൽ ഒരിക്കലും ഒന്നിനും പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും കണക്കിലെടുക്കാതെ മാറുന്ന കുറേ ആളുകൾ. അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ളവരുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ്. നമ്മുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും നമ്മുടെ കുഞ്ഞുമക്കളുടെയും സുരക്ഷ നമ്മുടെ കൈകളിലാണ്. ഈ കോവിഡിനെ സംബന്ധിച്ച് തൊഴിലില്ലായ്മ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആഗോളതലത്തിൽ ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരി എത്ര നാൾ നീണ്ടു നിൽക്കുന്നു നമുക്കറിയില്ല. എന്താണ് അടുത്ത ഒരു സജഷനായിട്ട് BJP താങ്കളുടെ പാർട്ടി കാണുന്നത്? കോവിഡ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിലും ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗത്തിൽ അവർക്ക് കിട്ടേണ്ട റേഷൻ അരികളും അത് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. വീണ്ടും അത് കിട്ടുന്നുണ്ട്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അറിയാം, നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി അവരുടെ ജോലി സ്ഥലങ്ങളെല്ലാം സജീവമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെയിലി വേജസിൽ, അതായത് ദിവസ വേതനക്കാരായിരുന്നു ബുദ്ധിമുട്ടിക്കുന്നത്. അവർക്കിപ്പോൾ കൺസ്ട്രക്ഷൻ മേഖല സജീവമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ബിസിനസ്സിനും അതായത് ഒരു ഫ്ലോ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള വളരെയുള്ള റേഷൻ അരി സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അത് ഇനിയും നീട്ടിയിട്ടുണ്ട്, അത് കുറച്ച് നാളും കൂടി കൂട്ടിയിട്ട് 3 മാസം കൂടി ലഭിക്കുന്നുണ്ട്. അതോടെ ബാക്കി എല്ലാ വിധത്തിലുള്ള ഇപ്പം ലോൺ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും മൊറട്ടോറിയം നീട്ടണമെന്നും അതിന്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കണമെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്ത ആൾക്കാണെങ്കിൽ അത് വളരെ ഗുണകരമായി തീരും എന്ന് തന്നെയാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട സഹായങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഒരു മോണിറ്ററിംഗ് പോലെ തന്നെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യം കിട്ടാത്തില്ല. ഒരാളെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടോ, ഡിസ്കൗണ്ടിൽ ജനൌഷധി മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോൺ എടുത്ത ആളുണ്ടാവും, അല്ലെങ്കിൽ ഉജ്ജ്വല യോജന, കിസാൻ സമ്മാൻ നിധി, ഇൻഷുറൻസ് പദ്ധതി, ഏറ്റവും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഏറ്റവും നല്ല സാധാരണക്കാരോട് വെറും 12 രൂപയ്ക്കുള്ള ഇൻഷുറൻസ് പദ്ധതി പോലും നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് അംഗീകാരം കിട്ടുമെന്നാണല്ലോ. അത് തന്നെയല്ലേ BJP ഗവൺമെന്റ് ഏറ്റവും വലിയ ഉദാഹരണം. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ തവണ ലഭിച്ച ഭൂരിപക്ഷമല്ല രണ്ടാമത്തെ തവണ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു തുടർ ഭരണം ലഭിക്കുക എന്നുള്ള ജനങ്ങളുടെ അംഗീകാരം നടത്തുകയല്ലേ. ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന രീതി തന്നെയാണ് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഗവൺമെന്റിൽ ഏത് മന്ത്രിക്ക് ഒരു അഴിമതി ഉണ്ടായിരിക്കണം? ഒരു മന്ത്രിക്ക് ഒരു പ്രതിപക്ഷം വെറുതെ അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ഷോ കാണിക്കുക എന്നല്ലാതെ ഒരു കൃത്യമായ ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ഭരിക്കുന്ന ഒരു മന്ത്രിക്കെതിരെയോ ഈ ഗവൺമെന്റിനെതിരെ ഒരു അഴിമതിയാരോ തെളിയിക്കാനോ പറയാനോ സാധിച്ചിട്ടില്ല. ജനങ്ങൾ അംഗീകരിച്ചൊരു ഭരണം നയിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് BJP ഗവൺമെന്റ്. അതിൽ യാതൊരു സംശയവുമില്ല. തുടർ ഭരണം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ ഞാൻ പറയാം, ഇപ്പൊ കളമശ്ശേരി തന്നെ എടുക്കാം, നമുക്ക് കളമശ്ശേരി തന്നെ എടുക്കാം. 2 മുന്നണികൾ മാറി ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, മാറി ഭരിക്കുന്നു. BJP ജയിക്കും എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവരൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്നു. കാരണം ചോദ്യം ചെയ്യാനുള്ള രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ്. എന്റെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഈ പഞ്ചായത്ത് ഇലക്ഷനിലും ഇന്ന് വീടുകൾ കയറി ചെല്ലാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ സാധാരണക്കാരുടെ വീടുകളിൽ കയറി ചെല്ലാൻ, തലയുയർത്തി കയറി ചെല്ലാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP.
ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ്. അത് എന്നും സാധാരണക്കാർക്ക് കൂടെ തന്നെയാണ് ഈ BJP ഗവൺമെന്റ്. ഈ ത്രിതല പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതുമായിട്ട് മുന്നേ ആണല്ലോ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ പ്രധാനമായി വയ്ക്കുന്ന അജണ്ട എന്തൊക്കെയാണ്? പഞ്ചായത്തിൽ മെയിനായിട്ട് പറയുന്നത് ഈ പറയുന്ന പോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം. അതിന് രാഷ്ട്രീയ പാർട്ടികളെ അകറ്റി നിർത്തുക, പകരം അതാത് നാടുകളിലെ ജനങ്ങൾ ഒരു സ്വതന്ത്ര കൂട്ടായ്മയായിട്ട് മുന്നോട്ട് വന്ന് മത്സരിക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് അതിൻ്റെ ഒരു പ്രവർത്തന ഒരു CMD കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുക. ആ ഒരു രീതിയിലാണ് KDU ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ. അതെ, ഇത്രയും സമയം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഗാന്ധി മാർഗത്തിലൂതിയ ഗ്രാമ സ്വരാജിനെ കുറിച്ചും നമ്മുടെ പൊതു പ്രസക്തമായ നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇടയാക്കുകയും മൂന്നാമതൊരു മുന്നണിയുടെ പ്രവേശനത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അവലോകനം ചെയ്യാനും മഹിളാ മേഖലയിലുള്ള ആൾക്കാരുടെ പ്രാതിനിധ്യവും അതുപോലെ തന്നെ ഭരണ കഴിവും മികവും ഈ കോവിഡിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളും ലൈഫ് പദ്ധതിയുടെ പോരായ്മകളും അതിൻ്റെ ഗുണവും ഇത്തവണ കാര്യങ്ങളെല്ലാം വളരെ സവിസ്തരം നമുക്ക് ഈ ചെറിയ ചർച്ചയിൽ ഉന്നയിക്കാനും അത് സംസാരിക്കാനും അതിനുള്ള ഒരു വാദപ്രതിവാദം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്താനുണ്ട്. ഇതിൽ പങ്കെടുത്ത 3 പേർക്കും അവകാശി ടോക്കീസിന് വേണ്ടി അഭേദമായ നന്ദി രേഖപ്പെടുത്തുന്നു.